ഏറ്റവും വിഖ്യാതമായ റാവുസ് IAS സ്റ്റഡി സർക്കിളിലെ വെള്ളക്കെട്ടിൽ ഇന്നലെ 3 പേർ മരിച്ച കാര്യം പ്രേക്ഷകർക്ക് അറിയാം. അതിലൊരാൾ തിരുവനന്തപുരത്തെ നെവിൻ ഡാൽവിൻ്റെ ജീവിതമായിരുന്നു പൊലിഞ്ഞത്. അവിടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നെവിൻ ഡാൽവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് ഡൽഹിയിലാണ് നടക്കുന്നതെന്ന് അറിയുന്നു. മൃതദേഹം രാത്രി മൃതദേഹം തിരുവനന്തപുരത്തായിരിക്കും എത്തിക്കുക. മൃതദേഹം 11:45 തിരുവനന്തപുരത്ത് എത്തിക്കും. തിരുവനന്തപുരം തച്ചോട്ടുകാവ് പള്ളിയിലാണ് ഈ സംസ്കാരം നടക്കുക. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ, തിരുവനന്തപുരത്ത് ഈ വീട്ടിന് മുമ്പിൽ നിന്ന് ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം രാധാകൃഷ്ണനിലേക്ക്. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ് ഹരികൃഷ്ണൻ. രാധാകൃഷ്ണൻ, എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം? ഈ ഓൾഡ് രാജേന്ദ്ര നഗറിൽ ഇപ്പോൾ എന്താണ് അപ്ഡേറ്റ്സ്? SKN, ഞാൻ ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന റാം മനോഹർ ലോഹിയ ആശുപത്രിയിലെ മോർച്ചറിക്ക് സമീപമാണ്. അല്പസമയത്തിനകം ഈ നെവിൻ ഡാൽവിന്റെ മൃതദേഹം അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാവുകയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട്. ഈ മരണപ്പെട്ട 3 പേർക്കും ഷോക്ക് ഏറ്റിട്ടുണ്ട് എന്നൊരു സംശയം നിലവിൽ നിലനിൽക്കുന്നു. അത് സ്ഥിരീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. 2 പേരുടെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം ഇതിനകം പൂർത്തിയായി അവരുടെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ശ്രേയ യാദവിന്റെയും താനിയ സോണിയുടെയും പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർത്തിയായിട്ടുള്ളത്. ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ നെവിന്റെയും ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി ബന്ധുക്കൾക്ക് കൈമാറും എന്ന വിധത്തിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ ഉണ്ടായ അല്ലെങ്കിൽ ഇന്നലെ പുറം ലോകമറിഞ്ഞ അത്യന്തം ദാരുണമായിട്ടുള്ള ഈ സംഭവത്തിന് തുടർച്ചയായിട്ട് എല്ലാ ഇടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. വെള്ളം ഏത് വിധത്തിലാണ് ഈ താഴത്തെ നിലയിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങിയത്, ലൈബ്രറി അടക്കമുള്ള കാര്യങ്ങൾ, ഈ ലൈബ്രറി അടക്കം പ്രവർത്തിച്ചിരുന്നത് അനധികൃതമായിരുന്നു എന്ന് വെളിപ്പെട്ട സാഹചര്യത്തിൽ ഈ മേഖല അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ട്രെയിനിങ് സെന്ററുകൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് SKN രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ന്യൂ രാജേന്ദ്ര നഗറിന്റെ വിവിധ കോച്ചിങ് സെന്ററുകളുടെ ഭാഗമായിട്ട് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. പലരും ഏറ്റവും താഴെക്കിടയിലുള്ള കുട്ടികളും ഒക്കെയാണ്. അവർക്ക് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു നല്ല നിലയിൽ എത്തിച്ചേരുക എന്ന ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവരിൽ പലരും. അങ്ങനെ എത്തുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും ഈ വിധത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ളതാണ് വസ്തുത. ആ സാഹചര്യം കൂടി ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലാകും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗരസഭ അധികൃതർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും നടക്കും. ഇനി നെവിന്റെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യലാണ് അടുത്ത നടപടി. അതിനുശേഷമായിരിക്കും മറ്റ് ഘട്ടങ്ങളിലേക്ക് ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം പോലീസ് അന്വേഷണ നടപടികളിലേക്ക് കടക്കുക. ഓക്കെ, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഹരികൃഷ്ണൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് രാത്രി 11:45 നെവിൻ്റെ മൃതദേഹം എത്തിക്കുമെന്നാണ് നമുക്കറിയുന്നത്. തിരുവനന്തപുരത്തെ തച്ചോട്ടുകാവ് പള്ളിയിലായിരിക്കും സംസ്കാര കർമ്മങ്ങൾ നടക്കുക. ഹരികൃഷ്ണൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ഇന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കുടുംബം നാളെ അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നെവിൻ ഡാൽവിന്റെ മൃതദേഹം ഏതാണ്ട് വൈകുന്നേരം രാത്രി 11:45 വീട്ടിലെത്തിക്കും എന്നുള്ളതാണ്. ഈ നെവിന്റെ മാതാപിതാക്കൾ പാറശാല സ്വദേശികളാണ്. കഴിഞ്ഞ 10 വർഷമായി എറണാകുളം മലയാറ്റൂരിലാണ് ഈ താമസം. എന്തായാലും ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടി തന്നെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഈ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. 11:45 തിരുവനന്തപുരത്ത് എത്തും. അതിനുശേഷമായിരിക്കും ഈ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയായിരിക്കും ഈ നെവിന്റെ സംസ്കാരം നടക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവം അറിഞ്ഞതോടുകൂടി ഈ വിയോഗ വാർത്തയുടെ ഞെട്ടലിലാണ് കുടുംബം. അത് ഉൾക്കൊള്ളാനാവാത്ത വലിയ വിഷമത്തിലാണ് എന്നുള്ളതാണ്. അവര് ഈ അമ്മയുടെ സഹോദരൻ ആണ് ഇത്തരത്തിൽ അമ്മയുടെ സഹോദരനും മറ്റു ബന്ധുക്കളുമാണ് ഡൽഹിയിലേക്ക് ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ കുടുംബം നമ്മളെ ഏതായാലും അറിയിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കും, തിരുവനന്തപുരത്ത് എത്തിക്കും. ഈ കാലടിക്കടുത്തുള്ള ഈ തച്ചോട്ടുകാവ് പള്ളിയിൽ ആയിരിക്കും സംസ്കാരം നടക്കുക. ചൊവ്വാഴ്ചയായിരിക്കും സംസ്കാരം നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. താങ്ക് യു ഹരികൃഷ്ണൻ. സങ്കടകരമായ കാര്യമാണ്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തി നേടിയ റാവുസ് IAS അക്കാദമി എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് ആളുകൾ IAS പരീക്ഷ എഴുതി പാസ്സാവാൻ പരിശീലനം കിട്ടിയ കളരിയാണ്. ആ കളരിയിലാണ് ഇന്നലെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വെള്ളം അരച്ച് കയറി 3 പേരുടെ മരണത്തിനിടയാക്കുകയും ഒരു തിരുവനന്തപുരത്തുകാരൻ കൂടി അതിൽ പെട്ടുപോവുകയും ചെയ്തത്. സങ്കടകരമായ സാഹചര്യമാണ്. ഗുരുതരമായ ഈ
വീഴ്ചകൾ ഈ കെട്ടിട നിർമ്മാണത്തിലും അതിൻ്റെ നിലനിർത്തുന്നതിലും ഉണ്ടായിട്ടുണ്ട്.